ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ന്യൂടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാനൊരു DSLR ക്യാമറയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു DSLR ക്യാമറ ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 48,999 രൂപയാണ്. കിറ്റ് ലെൻസിന്റെ കൂടെ. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ കയറി ചെക്ക് ചെയ്യാം. 50,000 രൂപയിൽ താഴെ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്യാമറയാണ് കാനോൺ 200D Mark II. ഇതിൻ്റെ കൂടെ നല്ലൊരു ബാഗ് കിട്ടുന്നുണ്ട്. DSLR ക്യാമറ സേഫ്റ്റി ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു ബാഗ് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ, DSLR 200D Mark II കാനോണിൻ്റെ. ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കേഷൻ 24.1 മെഗാപിക്സൽ ക്യാമറയാണ് ഉള്ളത്. അത് CMOS സെൻസർ കൂടി ISO വീഡിയോയുടെയും ഓഡിയോയുടെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്യുവൽ ഓട്ടോ ഫോക്കസ് ആണ്. 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ വൈഫൈ, ഇൻബിൽറ്റ് വൈഫൈ, ബ്ലൂടൂത്തും അടങ്ങിയതാണ്. ആദ്യം തന്നെ നമുക്കൊരു യൂസർ മാനുവലാണ് ലഭിക്കുന്നത്. ഇത് ക്യാമറയുടെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവൽ ഞാൻ മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. മെമ്മറി കാർഡാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 16 GB മെമ്മറി കാർഡ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതാണ് 16 GB മെമ്മറി കാർഡ്. പിന്നെ ഇതിൻ്റെ കൂടെ 2 പേപ്പർ ലഭിക്കുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ വാറണ്ടി പേപ്പറാണ്. പിന്നെ ബാറ്ററിയുടെ ചാർജർ, ബാറ്ററി ഇതിലിട്ടിട്ട് വേണം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഒരു കേബിൾ ലഭിക്കുന്നുണ്ട്. ഇത് ചാർജർ നമുക്ക് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ്. ഇതാണ് നമ്മുടെ DSLR ക്യാമറ. വെയിറ്റ് വളരെ കുറഞ്ഞ ഒരു ക്യാമറയാണ്. ഇത് ക്യാമറയുടെ നമുക്ക് ലെൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ക്യാപ്പാണ്. ക്യാപ്പ് തുറന്നിട്ട് വേണം ലെൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാമറയുടെ LCD ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഓൺ ഓഫ് ഫംഗ്ഷനും വീഡിയോ മോഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് അതിൻ്റെ കൂടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്ട്രിപ്പാണ്. കൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ ലഭിക്കുന്ന കിറ്റ് ലെൻസ് ആണ്. ഇത് 80 to 55 mm കിറ്റ് ലെൻസ് ആണ്. 55 mm to 250 mm കിറ്റ് ലെൻസ് വേണമെങ്കിൽ വാങ്ങിക്കാം. അതിന് 6,000 രൂപക്കടുത്ത് പ്രൈസ് നമ്മൾ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ കൊടുക്കണം. എൻ്റെ ആവശ്യങ്ങൾക്ക് 250 mm ആവശ്യമില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് 80 mm to 55 mm മതിയാവും. ഇത് ക്യാമറ സൂം ചെയ്യാനുള്ള പൊസിഷനാണ്. ഇങ്ങനെയാണ് നമുക്ക് ക്യാമറ സൂം ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡസ്റ്റ് ഒന്നും കടക്കാതിരിക്കാൻ ഒരു ക്യാപ്പ് തന്നിട്ടുണ്ട്. ഒരു ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ക്യാമറയുടെ പെർഫോമൻസ് ഒന്നും നമുക്ക് നോക്കാം. കാനോണിൻ്റെ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ്. 7.2 വോൾട്ട് 1040 മില്ലി ആംപിയർ ലിഥിയം അയൺ ബാറ്ററിയാണ്. നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ഈ മെമ്മറി കാർഡ്, ബാറ്ററിയുടെ മുകളിലായിട്ടാണ് മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമുക്ക് മെമ്മറി കാർഡും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ശേഷം കവർ ചെയ്തു. അതിനുശേഷം നമുക്കൊന്ന് DSLR നമുക്ക് ഇതിലേക്ക് കിറ്റ് ലെൻസ്, നമ്മുടെ ലെൻസ് 85 mm to 55 mm ലെൻസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ലെൻസിൻ്റെ ക്യാപ്പ് ഞാൻ റിമൂവ് ചെയ്യുന്നു. നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വൈറ്റ് ഡോട്ടും
നമ്മുടെ ക്യാമറയിലുള്ള വൈറ്റ് ഡോട്ടും ലെൻസിലുള്ള വൈറ്റ് ഡോട്ടും സെയിം രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് ക്ലോക്ക് വൈസിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ലെൻസ് അവിടെ സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് അയച്ചിട്ട് നമുക്കൊരു ക്യാമറ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഓൺ ഓഫ് ബട്ടണും ഇമേജ് ബട്ടണും ഓൺ ഓഫിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ആക്കാം. ബാറ്ററി ലോ ആണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ അത്യാവശ്യം നമുക്ക് കൂടാതെ ഈ ക്യാമറയുടെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ നമുക്ക് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ടും വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു ക്യാമറയാണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് സെൽഫി എടുക്കുന്നതിനും അതുപോലെ സെൽഫി വീഡിയോസിന് വേണ്ടിയിട്ടും എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സൗകര്യമാണ്. ഈ ക്യാമറ ഉപയോഗിച്ചെടുത്ത 1-2 സ്റ്റില്ല് ഞാനിവിടെ കാണിക്കുന്നു. നല്ല ക്ലാരിറ്റിയാണ്. അതുപോലെ ഞാൻ ഒരു 4K വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.